നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പുതിയൊരു രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 17 ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ 75ാം ജന്മദിനമാണ്. അപ്പോൾ രാജ്യമെങ്ങും വിപുലമായ ആഘോഷങ്ങൾക്കാണ് ഒരുക്കം പൂർത്തീകരിച്ചിരിക്കുന്നത്. BJP ലോക നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ നരേന്ദ്രമോദിക്ക് ആശംസകളുമായി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെയിൽ നമ്മൾ ഒരുപിടി സ്പെഷ്യൽ റിപ്പോർട്ട്സുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത വഴികളിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരുപിടി സ്പെഷ്യൽ റിപ്പോർട്ട്സാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഈ ദിവസം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് രാവിലെയിൽ തന്നെ നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ അതടക്കം ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിപ്പുണ്ട്. എല്ലാം നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം പിറന്നാൾ. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച നേതാവിനെ ആഘോഷിച്ച് രാജ്യം. BJPയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ. മോദിക്ക് ജന്മദിനാശംസകൾ നേർന്ന് ലോക നേതാക്കൾ. ഇന്ത്യ അമേരിക്ക താരിഫ് ചർച്ചയിൽ അയഞ്ഞ അമേരിക്ക. പോസിറ്റീവ് എന്ന് ഇരുവിഭാഗവും. ഡൊണാൾഡ് ട്രംപ് UK-യിൽ. ചാൾസ് രാജാവുമായി ഇന്ന് കൂടിക്കാഴ്ച. ലണ്ടനിൽ പലയിടത്തും ട്രംപിനെതിരെ പ്രതിഷേധം. നിയമസഭയിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹം തുടരുന്നു. കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്ന് ആവശ്യം. സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വര സാഹചര്യം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. പുലിഭീതിയിൽ മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമല. കൂടുവെച്ച് കാത്തിരിപ്പ് തുടർന്ന് വനം വകുപ്പ്. രാത്രിയിലും ജാഗ്രതയോടെ നാട്ടുകാർ. റഫറി വിവാദങ്ങൾക്കിടെ ഇന്ന് പാകിസ്ഥാൻ ഏഷ്യാകപ്പിന്. UAE-യുമായുള്ള മത്സരം രാത്രി 8-ന്. സൂപ്പർ 4-ലെത്താൻ ജയം അനിവാര്യം. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഒഴിവാക്കി പ്രതിഷേധമറിയിച്ച് പാകിസ്ഥാൻ. വിശദമായി നോക്കാം. ലോക നേതാവിന് ഇന്ന് പിറന്നാൾ. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിനമാണ്. 75ാം വയസ്സിലേക്ക് കടക്കുകയാണ് ഇന്ന് അദ്ദേഹം. രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തിയ ഇന്ത്യയുടെ സ്വന്തം ബ്രാൻഡാണ് നമോ. ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ നൽകിയ അനിഷേധ്യമായ സ്ഥാനമാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്ന് നമുക്ക് ഇന്നത്തെ രാവിലെ തുടങ്ങാം. നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധ ബിജു കൂടി ചേരുകയാണ്. അജയ്, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്. വിപുലമായ ആഘോഷങ്ങൾക്കാണ് BJP രാജ്യമെങ്ങും ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ലോക നേതാക്കളെല്ലാം ആശംസകളുമായി എത്തിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഡൊണാൾഡ് ട്രംപിന്റെ ആശംസയാണ്. നമുക്കറിയാം, ഈ താരിഫ് യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം അത്ര നല്ല സ്വരച്ചേർച്ചയിൽ അല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ അദ്ദേഹം ആശംസയുമായി എത്തിയിരിക്കുന്നത്. അതിനപ്പുറം ഈ താരിഫ് യുദ്ധങ്ങളൊക്കെ അവസാനിക്കുന്നു എന്നുള്ളൊരു ശുഭ സൂചന കൂടി ഈ സംസാരത്തിന് ശേഷം ഇരു രാഷ്ട്ര തലവന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. നമുക്ക് പ്രധാനമന്ത്രിയുടെ ജന്മദിന ആഘോഷങ്ങളിലേക്ക് കടന്നാൽ എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ? ഏത് തരത്തിലുള്ള ആഘോഷങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനമന്ത്രി ഉണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ്. അപ്പോൾ അത്തരത്തിൽ രാജ്യമെമ്പാടും അതുപോലെ തന്നെ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുള്ള, ഇപ്പോഴും നിരവധി പേരുടെ ആരാധന കഥാപാത്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഇന്ന് മുതൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആയ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികൾക്കാണ് BJP നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. രാജ്യവ്യാപകമായി വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും ആലോചനയുണ്ട്. രാജ്യമെമ്പാടുമുള്ള 75 നഗരങ്ങളിൽ പുതിയ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ ആണ് ഇപ്പോൾ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സേവാ പക്വാഡ എന്ന്
പറഞ്ഞിട്ടാണ് ഈ ഒരു ഒക്ടോബർ 2 വരെയുള്ള ഈ ആഴ്ചകൾ അത് ആഘോഷിക്കാനായിട്ട് BJP ലക്ഷ്യമിട്ടിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പ്രചരണങ്ങൾ BJP നടത്താനായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ മാത്രം 75 വികസന പദ്ധതികൾ നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിൻ്റെ ഭാഗമായി 75 വികസന പദ്ധതികൾ രാജ്യ തലസ്ഥാനത്ത് മാത്രം നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ 1000 യൂണിറ്റ് രക്തം അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് BJP ഇപ്പോൾ ഇന്ന് രക്തദിന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് വേണ്ടി 21 ഭാഷകളിൽ ആലപിക്കുന്ന പ്രത്യേക ഗാനവും ഡൽഹി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഗാനം ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ ചേർന്നാണ് 21 ഭാഷകളിൽ ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ നമോ പ്രഗതി ദില്ലി എന്ന് പറഞ്ഞാണ് ഈ ഗാനം തുടങ്ങുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചിത്രം പതിപ്പിച്ച ഡ്രോണുകൾ പറത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യമെമ്പാടും 101 ആയുഷ്മാൻ കേന്ദ്രങ്ങൾ, അതുപോലെ 5 പുതിയ ആശുപത്രി ബ്ലോക്കുകൾ, 105 ഡയാലിസിസ് കേന്ദ്രങ്ങൾ എന്നിവ ഇത് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഹാറിലുള്ള പ്രത്യേക പ്രചരണങ്ങൾ അത് എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മൾ ബീഹാറിൻ്റെ ഒരു മുൻപത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി വോട്ട് ചോരി പോലെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ ചിത്രത്തിലേക്ക് വന്നുകൊണ്ട് പഴയ ഒരു ഇമേജ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. അപ്പോൾ അതിന് പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ പിറന്നാൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് വലിയൊരു ഊർജ്ജമാണ് BJPക്ക് കൈവന്നിട്ടുള്ളത്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹ്രസ്വചിത്രം അത് പ്രദർശിപ്പിക്കാനായിട്ട് BJP പദ്ധതി ഇടുന്നുണ്ട്. സംസ്ഥാനമെമ്പാടും 50,000 സ്ക്രീനുകളിലാണ് ഈ ഒരു ഡോക്യുമെൻ്ററി ചിത്രം അത് പ്രദർശിപ്പിക്കുക. ചലോ ജീത്താ ഹേ എന്ന് പറയുന്നതാണ് ഈ ഡോക്യുമെൻ്ററിയുടെ പേര്. നരേന്ദ്രമോദിയുടെ ബാല്യകാലം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച, ഇതെല്ലാം ഈ ഡോക്യുമെൻ്ററിയിൽ കാണിക്കുന്നു എന്നാണ് വിവരം. അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട സിനിമാ കേന്ദ്രങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുകേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ സംസ്ഥാനമെമ്പാടും 243 വാനുകൾ ഇവ സ്ഥാപിച്ചുകൊണ്ട് ഇവയിലും ഈ ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിലെ ധാർ അദ്ദേഹം ഇന്ന് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും എന്നും അറിയിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലും നിരവധി ആയിട്ടുള്ള പ്രചരണങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടെയും രക്തദിന ക്യാമ്പുകൾ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള വിവിധ ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ, അതുപോലെ അംഗപരിമിതർക്കുള്ള സഹായ വിതരണം എന്നിവയെല്ലാം പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി മധ്യപ്രദേശിൽ സംഘടിപ്പിക്കുന്നു എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്നുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒരു ശുഭസൂചന തന്നെയാണ്. ഇന്ത്യ US-നും ഇടയിൽ നിലനിന്നിരുന്ന ഒരു വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുന്നതായിരുന്നു. ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ സൗഹൃദത്തിലാണെന്ന് പറയുമ്പോഴും ഇരുവരുടെ വാക്കുകളിൽ ഒരു മൂർച്ച അത് നിലനിന്നിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഞ്ഞുരുകുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പിറന്നാൾ വിഷസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ സമയം തന്നെ ഇപ്പോൾ ഡൽഹിയിൽ വ്യാപാര കരാർ ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഷസ് അത് പുതിയൊരു തലത്തിലേക്ക് ഇന്ത്യ-US ബന്ധം അതൊരു നല്ല തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായകരമാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അത്തരത്തിൽ വിപുലമായ ആഘോഷങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 2 വരെ ഈ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. നരേന്ദ്രമോദിയിൽ സഹപ്രവർത്തകർ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ജീവിതശൈലിയിലെ ലാളിത്യം, കഠിനാധ്വാനം, ദൃഢനിശ്ചയം, അങ്ങനെ പോകുന്നു അവ. രാഷ്ട്രീയ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ചിലർ അങ്ങനെ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഇനി അതിലേക്ക്. കഠിന പരിശ്രമത്തിലൂടെ ജീവിതാനുഭവങ്ങളുടെ തീച്ചൂള താണ്ടിയാണ് നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി ഉയർന്നു വന്നത്. 1950 സെപ്റ്റംബർ 17-നായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ജനനം.
ദാമോദർ ദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും 6 മക്കളിൽ മൂന്നാമൻ. 1987 ഗുജറാത്ത് BJPയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത നരേന്ദ്രമോദി 90-ലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തന്റെ സാന്നിധ്യം അറിയിച്ചു. 2001 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേശുഭായ് പട്ടേലിൽ നിന്നും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത നരേന്ദ്രമോദി 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി. 75-ാം വയസ്സിൽ പ്രധാനമന്ത്രി പദത്തിൽ 11 വർഷം പൂർത്തിയാക്കി മുന്നോട്ടു പോകുമ്പോൾ പ്രായം അദ്ദേഹത്തെ സംബന്ധിച്ച് വെറുമൊരു സംഖ്യ മാത്രമാണ്. ജീവിതത്തിലുടനീളം സ്വയം പാലിക്കുന്ന അച്ചടക്കവും കൃത്യനിർവഹണ ബോധവും ദൃഢനിശ്ചയവും അണുവിട മാറാത്ത ലളിത ജീവിത ഭക്ഷണ ശൈലികളുമൊക്കെ എതിരാളികൾ പോലും അംഗീകരിക്കും. എങ്ങനെയാണ് ഗുജറാത്തിൽ നിന്നുള്ള നരേന്ദ്ര ദാമോദർ ദാസ് എന്ന സാധാരണ പ്രവർത്തകൻ ഇത്രയേറെ ആരാധകരുള്ള സ്വാധീനം ചെലുത്തുന്ന നേതാവായത്? ചില സുഹൃത്തുക്കളുടെ കഥകൾ അത് പറഞ്ഞുതരും. സുഹൃത്തുക്കൾ പറയുന്ന ചില കഥകൾ അത് വ്യക്തമാക്കും. ഗുജറാത്തിൽ നിന്നുള്ള RSS പ്രവർത്തകൻ ദിലീപ് ഭായ് ത്രിവേദിക്ക് പറയാനുള്ളത് മോദിയുടെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. 1980കളുടെ അവസാന കാലം അഹമ്മദാബാദിൽ ഒരു പ്രത്യേക ബൈഠക് നടക്കുന്നു. രാവിലെ നരേന്ദ്രമോദിയുടെ പിതാവ് അന്തരിച്ചു. സ്വാഭാവികമായും അദ്ദേഹം ബൈഠക്കിൽ പങ്കെടുക്കില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉച്ചയോടെ അദ്ദേഹം എത്തി. രാവിലെ അത്യാവശ്യമായ കർമ്മങ്ങൾ പൂർത്തിയാക്കിയെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹോദരങ്ങളെ ഏൽപ്പിച്ച് ബൈഠക്കിൽ പങ്കെടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി അദ്ദേഹം അവിടെ എത്തി. ത്രിവേദി പറയുന്നു, एक विशेष अहमदाबाद में बैठक थी. आज तो साल या तिथि तो याद नहीं है, लेकिन इतना निश्चित पता है कि जिस दिन बैठक थी मैं भी अहमदाबाद गया था और माननीय नरेंद्र भाई के पिताजी का उसी दिन देहांत हो गया था. तो हम जब वहाँ पहुँचे तो स्वाभाविक रूप से पूछा कि नरेंद्र भाई आए नहीं अभी तक. तो हमको बताया गया कि आज उनके पिता का देहांत हो गया है, तो वो वडनगर गए हैं. तो हमने सोचा कि आज तो नहीं आ पाएंगे, लेकिन दोपहर के समय नरेंद्र भाई तो आ गए. तो हमको भी आश्चर्य लगा कि पिताजी का देहांत हुआ है और वो आ गए हैं. बाद में जब बैठक की कार्यवाही पूरी हुई वैसे ही हम लोग मिले तो नरेंद्र भाई को स्वाभाविक पूछा भाई क्या हुआ था, पिताजी को कैसे वगैरह बातचीत हुई. तो हमने बोला कि आप आज ही पिताजी का देहांत हुआ है और आप यहाँ आ गए. तो बोले हाँ, अंत्येष्टि का कार्यक्रम पूरा हो गया तो मैं निकल गया. बाकी की जो कोई विधि विधान रहते हैं वो तो सब अन्य भाई संभालेंगे. ये अगत्य की बैठक थी इसलिए मैं तो आ गया हूँ, क्योंकि हमको तो आगे काम करना है. तो ये इससे एक बहुत बड़ी एक प्रेरणा भी उस टाइम से हमको मिली कि घर के ऐसे वडील और अपने पिताजी जैसे भी की देहांत के समय भी कार्य के लिए कटिबद्धता और उनका जो कमिटमेंट कार्य के प्रति रहा उसको लेके ही वो वहाँ आ सके. तो ये एक बहुत सभी कार्यकर्ताओं के लिए एक प्रेरणादायी उदाहरण है नरेंद्र भाई का. നരേന്ദ്രമോദിയെ പ്രചാരക കാലം മുതൽ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ മോദിയുടെ കഠിനാധ്വാനത്തെക്കുറിച്ചും ലളിത ജീവിതത്തെക്കുറിച്ചുമാണ് പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായ കിഷോർ മഖ്വാനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതശൈലി എപ്പോഴും ഇങ്ങനെയാണ്: കഠിനാധ്വാനം, ആഡംബരമില്ലാത്ത ജീവിതം. ധോൽക്കയിൽ RSS ചുമതലയിലുള്ളപ്പോൾ അവിടുത്തെ ഓഫീസ് വളരെ ചെറുതായിരുന്നു. സ്ഥലപരിമിതി കാരണം ഓഫീസിന്റെ തകര മേൽക്കൂരയോട് ചേർന്ന് അദ്ദേഹം ഉറങ്ങാൻ തുടങ്ങി. ഉണരുമ്പോൾ ടിൻ ഷീറ്റുകളുടെ പാറ്റേൺ അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു ഡിസൈൻ തീർക്കുമായിരുന്നു. മഖ്വാന പറയുന്നു, प्रधानमंत्री आज भी वो प्रधानमंत्री है, पूरे राष्ट्र के सर्वोच्च स्थान पर है, मगर आज भी उनका जो जीवन है वो एकदम सादा सरल और एक प्रकार से कहे कि एक सन्यासी जैसा आज भी उनका जीवन है. उस समय भी उनका जीवन वैसा ही था. तो कठोर साधना, सो जाना,
वो भी ऐसा मतलब बहुत बड़ा तकिया है ऐसा नहीं, ऐसे नीचे ज़मीन पर भी सो जाना। वो एक घटना मुझे आज भी याद है। वो हम ऐसे ही एक बार खड़े थे, तब भी उनको याद किया था कि जब ये धौलका जब आते थे तो धौलका का जो RSS का जो कार्यालय था ना, वो एकदम छोटा था। हमारा रसोई घर भी बड़ा होता है, इतना छोटा था। और जब रात को सो जाते थे तो उस समय स्वाभाविक है कि जो पैर हैं वो सामने की दीवार पे टकराते थे, तो सोने में मज़ा नहीं आता था। तो मोदी साहब उस समय ये जो कार्यालय था उसके जो ऊपर मतलब छत थी वो पतरे की थी, टीन की थी। तो ऊपर हम सोने के लिए गए। तो जब सुबह में उठे, जागे, बाद में बताया कि ये जो हमारी जो पीठ होती है वहाँ पर वो जो पतरा था ना, जो टीन था, उसकी डिज़ाइन हो गई थी। मतलब कि इस प्रकार कठोर उनका जीवन रहा है। ആന്ധ്രാപ്രദേശ് BJPയുടെ മുൻ അധ്യക്ഷൻ സോംവീർ രാജു പറയുന്നത് വിശ്രമമില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയെപ്പറ്റിയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രചാരണ സമിതി ചെയർമാനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആന്ധ്രാപ്രദേശിന് സമയം നൽകി. അതേ ദിവസം അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ 5 പൊതുറാലികളെയാണ് അഭിസംബോധന ചെയ്തത്. അന്ന് തന്നെ തിരുപ്പതി ബാലാജി ക്ഷേത്രം സന്ദർശിച്ചു. കുറേയേറെ മീറ്റിംഗുകൾ നടത്തി. കടുത്ത പനിയായിരുന്നു. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ പ്രവർത്തനം. അങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങൾ. In 2014 election, Modi ji is the campaign chairman. Before that day, he addressed one meeting at Chitturu, and that day he stayed there, Tirupati, darshan to Lord Balaji. That day he addressed 5 meetings. That day he suffered fever. That day he addressed Tirupati public meeting, Nelluru public meeting, Gunturu public meeting, Bhimavaram public meeting. I was there at Bhimavaram. On that day I am in Bhimavaram. I am in charge of East and West Godavari district. Previously coming to Dayas, information is he have suffered fever, but today he has not taken any lunch. So please arrange 1 cup of chai. We are arranged and I observed. He came, he entered the dais. I observed he has fever na. We have the information. I observed his personality. His feet is swelling in a big way because of restlessness, not for fever. Restlessness. The chappals, belt chappals, not enter full feet, not enter full feet, only half. Even though he went Visakhapatnam, he addressed the public meeting in rain. बहुत बारिश. Even though he complete his trip and went to Ahmedabad and that place to Gandhinagar, entered his residence at Gandhinagar, and that day the time is I think 12 o'clock, 12:30. That Srinivas Garu phoned to me, Veerad Garu, all meetings are going well. This is the information of our sir. वो क्या time? 12 o'clock, 1 o'clock? No, sir is going to science of files. अरे today is sir is suffering for fever, with fever. How it possible? This is his regular habit. Tomorrow morning he is going in same way. Even next day also coming late. That day files he cleared. That is his regular habit. What a great inspirational activity of
Modi ji. What a great psychology for this country, for Gujarat. That's why the development of Modi model of Gujarat, people minds, they are accepting as a Pradhan Mantri, PM of India. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിലെ അത്ര അറിയപ്പെടാത്ത കഥ കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഓർമ്മിക്കുന്നു. 90കളുടെ അവസാനമാണ്. BJP ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കെ നരേന്ദ്രമോദി സൂറത്തിൽ ഒരു പ്രവർത്തകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി. വിവാഹം കഴിഞ്ഞ് ഒരു അടിയന്തര മീറ്റിംഗിൽ പങ്കെടുക്കാൻ പെട്ടെന്ന് അഹമ്മദാബാദിലേക്ക് പോകണം. പെട്ടെന്നുള്ള പദ്ധതിയായതിനാൽ ട്രെയിൻ റിസർവേഷൻ ഉണ്ടായിരുന്നില്ല. റിസർവേഷൻ ഒന്നുമില്ലാതെ അന്ന് BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന മോദി രാത്രി മുഴുവൻ തിരക്കേറിയ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ ഇരുന്ന് യാത്ര ചെയ്തു. जब गुजरात में एक कार्यकर्ता के यहाँ एक शादी में जब राष्ट्रीय महामंत्री बने थे उस समय वो शादी में सूरत आए थे. शादी अटेंड करने के बाद उन्हें अहमदाबाद जाना था. कार्यक्रम अचानक बना, इसके लिए उनका ट्रेन में रिजर्वेशन भी नहीं था. हमने कच्छ एक्सप्रेस में 10 बजे रेलवे स्टेशन पे उनका एक सिंपल टिकट वो ले लिया, मगर रिजर्वेशन नहीं मिला. तो पूरा प्रवास उन्होंने रात को वो सिंपल चेयर के ऊपर बैठकर किया. तो ये नरेंद्र मोदी जो कच्छ एक्सप्रेस में सेकंड क्लास में विदाउट रिजर्वेशन जो प्रवास उन्होंने किया था, वही आज पूरे देश में बुलेट ट्रेन का लोगों का सपना पूरा कर रहे हैं. और आने वाले दिनों में हमारे देश में जो बुलेट ट्रेन दौड़ेगी वो नरेंद्र मोदी साहब के कारण दौड़ेगी. നരേന്ദ്രമോദി ഗുജറാത്തിൽ പ്രചാരകനായിരുന്ന കാലത്തെ ഹൃദയസ്പർശിയായ ഓർമ്മകൾ മുതിർന്ന RSS കാര്യകർത്താവ് മഹേഷ് ദീക്ഷിത് പറയുന്നു. ഒരു രാത്രി നരേന്ദ്രമോദി വൈകി അവരുടെ വീട്ടിലെത്തി. നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയ മോദി പക്ഷേ വീട്ടുകാരെ ഉണർത്തിയില്ല. രാവിലെ ദീക്ഷിത് ഉണർന്നപ്പോൾ തണുപ്പിൽ പുറത്തെ കട്ടിലിൽ മോദി ഉറങ്ങുന്നത് കണ്ടു. എന്താണ് വിളിക്കാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അർദ്ധരാത്രിയിലാണ് താൻ വന്നത്, തന്റെ സഹോദരിയെ അതായത് ദീക്ഷിതിന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് നിർബന്ധമുണ്ടെന്നായിരുന്നു മറുപടി. नरेंद्र भाई मोदी प्रचारक के रूप में आने लगे तो मेरे ख्याल से 1970 या तो उसके अंतर्गत समय होगा. वहीं से मेरा कांटेक्ट नरेंद्र भाई से हुआ. तो जब भी वो प्रचारक के रूप में आते थे तो वहां ठहरते थे हमारे घर में. मुझे एग्जैक्टली साल तो मालूम नहीं, लेकिन वो ठंडी का मौसम था. एक दिन की बात है, रात को वो देर रात से आए मेरे घर पे. हम लोग सोए हुए थे, मैं और मेरी वाइफ दोनों सोए हुए थे. और वो हमारे बाहर लकड़े की एक पाट पड़ी हुई थी, तो अपना जो थैला था उन्होंने वहां खिड़की पे लटका दिया और वहीं पे सो गए. प्रातः काल तो मैं सुबह में जल्दी उठता था और सूर्य नारायण को अर्घ्य देने के लिए बाहर आया तो मैंने देखा कि मेरे पाठ पे कोई सोया हुआ है. सूर्य को अर्घ्य देने के बाद जब मैं गया देखा तो मैंने भाई को देखे. നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ യാഥാർത്ഥ്യമാക്കാൻ നടപ്പാക്കുന്ന പദ്ധതികൾ പലതും ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം ഇനി. US ബിസിനസ് ഇന്റലിജൻസ് കമ്പനിയായ മോർണിംഗ് കൺസൾട്ട് തുടർച്ചയായി 2 വർഷം ഒരു സർവേ നടത്തി. അവരുടെ ലക്ഷ്യം ഗ്ലോബൽ ലീഡർ, അതായത് ആഗോളതലത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള, ഏറ്റവും അധികം ഇഷ്ടക്കാരുള്ള നേതാവ് ആരാണ് എന്നത് കണ്ടുപിടിക്കുകയായിരുന്നു. ഈ സർവേ പ്രകാരം ഈ 2 വർഷവും 76% അംഗീകാര റേറ്റിംഗുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയാണ് ജനപ്രിയ ആഗോള നേതാവായി ഉയർന്നു വന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഉയർന്ന അംഗീകാര റേറ്റിംഗ് ഉള്ള ലോക നേതാവാകുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി ഇന്ത്യൻ ജനതയ്ക്ക് ഇത്രയധികം ഇഷ്ടപ്പെടുകയും എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിനുവേണ്ടി എന്താണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്തത്? ഒരുപാട് പ്രധാനമന്ത്രിമാരെ കണ്ട രാജ്യമാണ്. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് അനവധി പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ ജനങ്ങളുടെ ഹൃദയം കവർന്നവരുണ്ട്.
പക്ഷെ അവരെക്കാളൊക്കെ ഒരു പടി മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്ന പശ്ചാത്തലം എങ്ങനെ ഒരുങ്ങുന്നു? സാമൂഹ്യ സാമ്പത്തിക വികസനങ്ങൾ, ലോകത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ നിലവിലെ അവസ്ഥ ഉയർത്തുക, രാജ്യത്തെ വികസിപ്പിക്കുക, ഒപ്പം ദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പദ്ധതികൾ കൂടുതലായി ഏറ്റെടുക്കുക, അങ്ങനെ അനവധി കാര്യങ്ങൾ മോദിയുമായി ബന്ധപ്പെട്ട് വാർത്തകളായി പ്രധാനമായും വരുന്ന സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. 2014 മുൻപ് 350 ആയിരുന്ന സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് 1 ലക്ഷമാക്കി അദ്ദേഹം വളർത്തിയെടുത്തു. ഇന്ത്യയുടെ റോഡ് ശൃംഖല 6.7 ദശലക്ഷം കിലോമീറ്ററായി ഉയർന്നു. അതായത് ലോകത്ത് 2ാം സ്ഥാനത്താണ് USA പിന്നിൽ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2014 മുതൽ സൗരോർജ്ജ ശേഷി 2.6 ജിഗാവാട്ടിൽ നിന്ന് 70.1 ജിഗാവാട്ടായി വർദ്ധിപ്പിക്കുന്നു. 2014 10ാം സ്ഥാനത്ത് നിന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം മാറ്റുന്നു. മറ്റ് രാജ്യങ്ങളുമായി ശക്തമായ വിദേശ നയങ്ങൾ വികസിപ്പിക്കുന്നു. അവർക്കിടയിൽ സൗഹൃദം വളർത്തിയെടുക്കുന്ന പശ്ചാത്തലമൊരുങ്ങുന്നു. പ്രതിരോധ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലം. സൈന്യത്തിൻ്റെ മനോവീര്യം വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് കോട്ട് ആക്രമണം, ഉറി ആക്രമണം, ഭീകരത ഇല്ലാതാക്കൽ, അങ്ങനെ ജമ്മു കാശ്മീരിൽ സമാധാനം തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്തിൻ്റെ സമഗ്ര വികസനം കൊണ്ടുവന്ന പ്രധാനമന്ത്രി എന്ന് വലിയ തോതിലുള്ള പ്രശംസ നേടുന്ന ഒരു പശ്ചാത്തലം. രാഷ്ട്രീയമായി നരേന്ദ്രമോദിയെ ആർക്കും എതിർക്കാം, അദ്ദേഹത്തിൻ്റെ നയങ്ങളെ എതിർക്കാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ എതിർക്കാം. പക്ഷേ മോദി എന്ന വ്യക്തി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യക്ക് സംഭാവന ചെയ്ത പലവിധ കാര്യങ്ങൾ, അതെങ്ങനെ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നമുക്ക് അന്തസ്സോടെ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് എന്ന് പറയാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ചരിത്രമാണ്. എടുത്തു പറയാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലൂടെ നമ്മളെ നിലനിൽക്കാൻ പഠിപ്പിച്ച പ്രധാനമന്ത്രി, സ്വച്ഛ് അഭിയാനിലൂടെ വൃത്തി എന്ത് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തിയ പ്രധാനമന്ത്രി, $3 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടൽ ഉയർത്തിയ പ്രധാനമന്ത്രി, കോവിഡുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ പകച്ചപ്പോൾ അന്തസ്സോടെ ആർജവത്തോടെ നമ്മെ നയിച്ച പ്രധാനമന്ത്രി, കശ്മീരിനെ പൂർണ്ണമായും മാറ്റിമറിച്ച 370 റദ്ദാക്കൽ, രാം മന്ദിർ, വന്ദേ ഭാരത്, റോഡ് വികസനം, ബുള്ളറ്റ് ട്രെയിനിലൂടെ ഇന്ത്യൻ റെയിൽവേ നേടിയെടുക്കാൻ പോകുന്ന അമ്പരപ്പിക്കുന്ന മാറ്റം, ഇതൊക്കെയാണ് നരേന്ദ്രമോദിയെ വ്യത്യസ്തനായ ലോക നേതാവായി ഉയർത്തുന്നത്. ഇന്ത്യയിലെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളുടെ മനം കവരുന്ന നേതാവായി മാറ്റുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ മോദിക്ക് അങ്ങനെ ആരാധക വൃന്ദമേറുന്നു. മോദി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം ഉയരുന്നു. മോദി മാറിയാൽ എന്ത് സംഭവിക്കും ഇന്ത്യക്ക് എന്ന ആശങ്ക പല കോണുകളിലും ഉയർന്ന പശ്ചാത്തലം. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിൽ പല കോണുകളിൽ നിന്നും ഇത്തരം അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഏകണ്ഠമായി മോദിയെ സ്നേഹിക്കുന്നവർ, രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒരുമിച്ച് പറയുകയാണ്, മോദിയല്ലാതെ മറ്റൊരാളെ ഈ പ്രധാനമന്ത്രി പദത്തിൽ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയായി 4078 ദിവസം പൂർത്തിയാക്കിയപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന 2ാമത്തെ വ്യക്തിയായി മോദി മാറിയത്. നരേന്ദ്രമോദിയുടെ പേരിൽ മറ്റു ചില റെക്കോർഡുകളുമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിച്ച ഒരേ ഒരു പ്രധാനമന്ത്രി, ദീർഘനാൾ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച കോൺഗ്രസ് പാർട്ടിയല്ലാത്ത പ്രധാനമന്ത്രി, ഹിന്ദി ഭാഷയല്ലാത്ത സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി അലങ്കരിച്ച നേതാവ്. 1971 ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുന്ന ആദ്യത്തെ സിറ്റിംഗ് പ്രധാനമന്ത്രി. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇപ്പോഴെന്താ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി തുടരുന്നു. 3ാം തവണ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സീറ്റെണ്ണത്തിലൊക്കെ അല്പം കുറവ് വന്നുവെങ്കിലും, ഒരു കൊയലേഷൻ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും മോദി തന്നെയാണ് ഏറ്റവും പ്രധാന വ്യക്തി. സഖ്യകക്ഷികൾ, കൂടെയുള്ളവർ, ഭരണത്തെ താങ്ങി നിർത്തുന്നവർക്കൊക്കെ മോദിയെ ചോദ്യം ചെയ്യാൻ പോലും സാധിക്കില്ല. അത്രത്തോളം വലിയ ലോക നേതാവായി അദ്ദേഹം വളർന്നു കഴിഞ്ഞു. യാതൊരു അസ്വാരസ്യങ്ങളുമില്ലാതെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി തൻ്റെ കൃത്യമായ മേൽനോട്ടത്തിൽ മോദി ഇന്ത്യ ഭരിക്കുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ടോ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടോ അഴിമതിയുടെ ഒരു ചെറിയ കറ പോലും പുരണ്ടില്ല കഴിഞ്ഞ 3 ടേമുകളിലും. 12.5 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശേഷമാണ് നമുക്കറിയാം മോദി ഇന്ത്യയുടെ അമരത്തേക്ക് വരുന്നത്. 2001 മുതൽ 2014 വരെയുള്ള കാലത്ത് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു.
ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവായി തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഒരേ ഒരു പ്രധാനമന്ത്രിമാരിലും മുഖ്യമന്ത്രിമാരിലും ഒരു പാർട്ടിയുടെ നേതാവ് നിലയിൽ തുടർച്ചയായ 6 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഇന്ത്യയിലെ ഏക നേതാവ് കൂടിയായി മോദി മാറുകയാണ്. 2001 ഒക്ടോബറിൽ കേശുഭായ് പട്ടേലിന്റെ ആരോഗ്യം വഷളായപ്പോൾ നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നു. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ 4 തെരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്ത് BJPയുടെ കോട്ടയായി മോദി കാക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് ഗുജറാത്തിന്റെ വികസന കാലമാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മാത്രമല്ല, ലോകരാജ്യങ്ങൾ പോലും ഗുജറാത്ത് മോഡൽ എന്ന വിശേഷണം തുടങ്ങിയ കാലം. ഒരു ഘട്ടത്തിൽ നമ്മുടെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും ഗുജറാത്ത് വികസനം പഠിക്കാൻ പോയ പശ്ചാത്തലമൊക്കെ ഓർമ്മയുണ്ട്. 2014 മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP ഉയർത്തിക്കാട്ടുന്ന കാലം വരെ ഗുജറാത്തിനെ അന്തസ്സോടെ നയിച്ചു മോദി. അവിടുത്തെ വികസനത്തിൽ വലിയ തോതിലുള്ള സംഭാവന നൽകി അദ്ദേഹത്തിൻ്റെ ഭരണകാലം. അന്ന് അനവധി ലോകരാജ്യങ്ങൾ മോദി സന്ദർശിച്ചു. ഗുജറാത്ത് വികസനവുമായി ബന്ധപ്പെട്ട് ചൈന അടക്കം ഒരുപാട് ലോക നേതാക്കൾ ഗുജറാത്തിലെത്തി മോദിയെ കണ്ട് അവിടുത്തെ വികസന കാര്യങ്ങൾ നോക്കിക്കണ്ടു, അത് അനുകരിച്ചു. 2014 മോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 31% BJPയുടെ വോട്ട് വിഹിതം ഉയർത്തിയിടാൻ. മോദിയുടെ തോളിലേറി BJP സഞ്ചരിച്ചപ്പോൾ 282 സീറ്റുകൾ നേടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുകയാണ്. 1984 ശേഷം തികച്ചും പ്രവചനാതീതമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയായി BJP മാറി. 2019 303 സീറ്റുകളായാണ് മോദി BJPയുടെ സീറ്റെണ്ണം വർദ്ധിപ്പിച്ചത് എന്നതുകൂടി ഓർക്കണം. അങ്ങനെ തുടർച്ചയായി വിജയങ്ങൾ BJPക്ക് നൽകിയ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിനു വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി. മന്ത്രിമാർക്ക് അത്ഭുതമാണ്. അദ്ദേഹത്തോടൊപ്പം ക്യാബിനറ്റിലൊക്കെ പ്രവർത്തിച്ച പലരും പറയുന്നതനുസരിച്ച് മോദിയുടെ ശ്രദ്ധ എല്ലാ മേഖലകളിലും ഉണ്ടാകും. ഓരോ വിഷയത്തിലും അദ്ദേഹം അഭിപ്രായങ്ങൾ ചോദിക്കും, മന്ത്രിമാരെ കേൾക്കും. തികച്ചും തിരക്കേറിയ മന്ത്രിസഭാ കാലം. അതാണ് ഈ മന്ത്രിമാരായി പോകുന്നവരെ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മോദി നടത്തുന്ന പലതരത്തിലുള്ള നീക്കങ്ങൾ കൂടിയുണ്ട്. അത് എതിരാളികളെ പലപ്പോഴും അമ്പരപ്പിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന തന്ത്രം വിജയകരമായി നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രിയുടെ ഈ തരത്തിലുള്ള നീക്കങ്ങളാണ്. 2019 ബാലാക്കോട്ട് ആക്രമണത്തിലും ഇതേ പാതയിലൂടെ മോദി സഞ്ചരിക്കാൻ നമ്മൾ കണ്ടു. കാരണം പാകിസ്ഥാൻ പോലും വിചാരിക്കാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നിശബ്ദമായി നടത്തുകയും അത് എതിരാളികൾ അറിയാതിരിക്കാനുള്ള നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ബാലാക്കോട്ടിന് മുൻപുള്ള പെരുമാറ്റത്തിൽ പോലും അത് വളരെ വ്യക്തമായി പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 26 പുലർച്ചെയാണ് ഇന്ത്യ ബാലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. അന്ന് മോദിയുടെ നിശ്ചയദാർഢ്യം, കൃത്യമായ മോദിയുടെ ലക്ഷ്യങ്ങൾ ലോകം മനസ്സിലാക്കി. അതിനു മുൻപുള്ള 48 മണിക്കൂറും ഒരു രാഷ്ട്ര നേതാവിൻ്റെ സംഘർഷമോ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാൻ പോകുന്നതിന് ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. തൻ്റെ പതിവ് ജോലികളിൽ മുഴുകുകയാണ്. ദില്ലിയിൽ അദ്ദേഹം യുദ്ധസ്മാരകം രാജ്യത്തിന് സമർപ്പിക്കുന്നു, ഇന്ത്യൻ സേനയുടെ വീരത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒപ്പം മറ്റ് ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ രാത്രി 9 മണിക്ക് ഇന്ത്യൻ വിമാനങ്ങൾ പറന്നുയരാൻ തയ്യാറായപ്പോൾ പ്രധാനമന്ത്രി ദില്ലിയിൽ ഒരു മാധ്യമ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാനെ പോലും അമ്പരപ്പിച്ച ഒരു ആക്രമണമായി ബലാക്കോട്ട് മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. സമാനമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തിയിരുന്നു. അവിടെയും വളരെ സാധാരണക്കാരനെ പോലെ പെരുമാറി സാധാരണയായി തൻ്റെ ഓഫീസ് ജോലികളിൽ ഏർപ്പെട്ട പ്രധാനമന്ത്രിയാണ് വളരെ പെട്ടെന്ന് പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാത്ത തിരിച്ചടി നൽകുന്നത്. അതോടെ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വീരനായകനായി മോദി മാറുകയാണ്. പറയുക മാത്രമല്ല, താൻ പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് മോദി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയാണ്. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് 2023 ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ മോദി പറയുകയാണ് 2024 താൻ തന്നെ ഇവിടെ ദേശീയ പതാക ഉയർത്തുമെന്ന്. ഇനി വരുന്ന 5 വർഷങ്ങളിലായിരിക്കും ഇന്ത്യയുടെ യഥാർത്ഥ സുവർണഘട്ടം വരിക എന്ന്. ഇത് 2024 ജൂണിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ 3ാം വട്ടം അധികാരത്തിൽ ഏറിയപ്പോൾ അദ്ദേഹം ആ വാക്ക് പാലിക്കുകയാണ്. അതായത് മറ്റു സർക്കാരുകളെ പോലെയല്ല, ആദ്യമായി അധികാരത്തെത്തിയത് മുതൽ മുൻ സർക്കാരുകൾ നടന്ന വഴിയിലായിരുന്നില്ല മോദിയുടെ സഞ്ചാരം. വേറിട്ട വഴികളിലൂടെ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നു.
അഴിമതി ലെവലേശം പുരളാത്തവരെ, ടെക്നോക്രാറ്റുകളെ, കൃത്യമായ വിഷയത്തെക്കുറിച്ച് ബോധ്യമുള്ളവരെ അതാത് വകുപ്പുകളുടെ ചുമതല മോദി ഏൽപ്പിക്കുന്നു. കേന്ദ്രമന്ത്രിമാർക്ക് കൃത്യമായ ചുമതലകളും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുള്ള നീക്കമാണ്. അങ്ങനെ വളരെ സ്ട്രിക്റ്റായ ഒരു അധ്യാപകന് മുന്നിൽ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, അവരെങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഈ മന്ത്രിമാരെ, ഈ ക്യാബിനറ്റിനെ മോദി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, ചലിപ്പിക്കുകയാണ്. ചായക്കടക്കാരനായ പിതാവ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സഹായിക്കാനായി ചായ വിൽക്കുന്ന ബാലനിൽ നിന്ന് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, ലോക നേതാവായി വളർന്ന മോദിയുടെ ചരിത്രം അത് വലിയ അത്ഭുതകരമാണ്. അത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. അത് കാലത്തിൻ്റെ ഏടുകളിൽ സുവർണ്ണ ലിപികളിൽ എഴുതി വെക്കുമെന്നത് തീർച്ച. ഇതിനിടയിലാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നത്. 75 വയസ്സ് തികഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് വിരമിക്കുമോ എന്ന ചോദ്യം, അത് നമുക്കറിയാം RSS മേധാവി ശ്രീ മോഹൻ ഭാഗവത്തിൻ്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയായത്. പക്ഷേ അദ്ദേഹം തന്നെ പിന്നീട് തിരുത്തുകയാണ്. നരേന്ദ്രമോദി വിരമിക്കണമെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. താനും വിരമിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മോഹൻ ഭാഗവത് പറയുമ്പോൾ ഒരു വ്യക്തി എന്നത് അത് പ്രായവുമായി ബന്ധപ്പെട്ടല്ല, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും മോദിക്ക് വഴങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. എത്ര കടുംപിടുത്തക്കാരനെ പോലും അർഹിക്കുന്ന പരിഗണന മാത്രം നൽകി അകറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ വരുതിക്ക് വരുത്താനുള്ള മോദിയുടെ അസാധാരണമായ പാടവം, അത് അമേരിക്കൻ പ്രസിഡന്റിനെ, ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ പോലും അമ്പരപ്പിക്കുകയും അദ്ദേഹത്തെ തൻ്റെ വരുതിക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലം അതാണ്. 2024 തെരഞ്ഞെടുപ്പ് ഫലം ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ BJPക്ക് ആയില്ല എങ്കിൽ പോലും ആ ഭരണം മുന്നോട്ട് പോകണമെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ദയാദാക്ഷിണ്യം വേണമെന്ന നിലയിലെത്തി എങ്കിൽ പോലും ആദ്യ 2 ടേമുകളിലും മോദി സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ഭരണം കാഴ്ചവെച്ചോ അതൊരു പക്ഷേ 3ാം ടേമിൽ ഉണ്ടാവില്ല എന്ന് എതിരാളികൾ പറഞ്ഞിരുന്നു. നേരത്തെ അത്തരത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ വഖഫ് ഭേദഗതി ബില്ലോടെ മോദി അത് ആ ഒരു രീതി മാറ്റി. തൻ്റെ നിശ്ചിതാർത്ഥത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി മോദി പറഞ്ഞു വെക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പും മോദി സർക്കാരിൻ്റെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു. പഹൽഗാം ആക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ മോദിയുടെ റേറ്റിംഗ് വല്ലാതെ ഉയർത്തുകയും രാജ്യമൊട്ടാകെ വൈകാരിക വിഷയമാക്കി അതിനെ മാറ്റാൻ സാധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിശക്തനായ നേതാവ് എന്ന പ്രതിച്ഛായ തനിക്ക് നഷ്ടമായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ ഓരോ നിമിഷവും മോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഗുജറാത്തിൽ, ഒപ്പം ബീഹാറിൽ, അസമിലൊക്കെ നടത്തിയ പര്യടനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രസംഗങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ മോദിയെ ഇന്ത്യൻ ജനതയ്ക്കിടയിൽ സ്റ്റാറാക്കി നിർത്തുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആധുനിക കാലത്തിനൊപ്പം വളരാൻ മോദി എന്ന ജനനേതാവിന് സാധിച്ചിരിക്കുന്നു. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വരിക്കാറുള്ള ലോക നേതാവാണ് നരേന്ദ്രമോദി. 3 കോടി കവിഞ്ഞു മോദിയുടെ യൂട്യൂബ് വരിക്കാരുടെ എണ്ണം എന്ന് മനസ്സിലാക്കണം. എക്സിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ്. 2ാം സ്ഥാനത്തുള്ള മുൻ ബ്രസീലിയൻ പ്രസിഡന്റ് ബോൾസനാരോയ്ക്ക് മോദിയുടെ 1/3 താഴെ വരിക്കാരേ ഉള്ളൂ. 64 ലക്ഷം വരിക്കാർ മാത്രമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നതുകൂടി ചേർത്ത് വെക്കണം. അത്തരത്തിൽ എല്ലാ മേഖലകളിലും, വികസനത്തിൻ്റെ കാര്യത്തിലായാലും, പ്രതിരോധ രംഗത്തായാലും, ജനപ്രീതിയുടെ കാര്യത്തിലായാലും, രാജ്യത്തെ പട്ടിണി മാറ്റുന്ന കാര്യത്തിലായാലും, രാജ്യത്തിൻ്റെ വൃത്തി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും, അടിസ്ഥാന മേഖലകളിലുള്ള വലിയ വ്യത്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യയെ ബഹുദൂരം മുന്നിലെത്തിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മോദിക്ക് പകരം ഒരാളെ BJPക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് സങ്കല്പിക്കാൻ ആവാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 75ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ളത് ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു വർഷമാണ്. അമേരിക്കയുടെ 50% അധിക തീരുവയും ആദ്യമായി സഖ്യകക്ഷി ഭരണത്തെ നയിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും അടക്കം അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ നിരവധിയാണ്. എന്നാൽ ഒരു RSS പ്രചാരകനിൽ നിന്ന് ആഗോള രാഷ്ട്ര തന്ത്രജ്ഞനിലേക്കുള്ള മോദിയുടെ ശ്രദ്ധേയമായ യാത്ര ഓരോ പ്രതിസന്ധിയും നവീകരണത്തിനുള്ള അവസരമാക്കി മാറ്റുകയും ഓരോ തിരിച്ചടിയും തിരിച്ചുവരവിനുള്ള ലോഞ്ച് പാഡായി മാറ്റുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പാറ്റേൺ വെളിപ്പെടുത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 75ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മുൻപിലുള്ളത് ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു വർഷം. അമേരിക്കയുടെ 50% അധിക തീരുവയും ആദ്യമായി സഖ്യകക്ഷി രാഷ്ട്രീയത്തെ നയിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളും അടക്കം അദ്ദേഹത്തിന് മുൻപിലുള്ള വെല്ലുവിളികൾ നിരവധിയാണ്. എന്നാൽ ഒരു RSS പ്രചാരകനിൽ നിന്ന് ആഗോള രാഷ്ട്രതന്ത്രജ്ഞനിലേക്കുള്ള മോദിയുടെ ശ്രദ്ധേയമായ യാത്ര
ഓരോ പ്രതിസന്ധിയും നവീകരണത്തിനുള്ള ഉത്തേജകമായി മാറുകയും ഓരോ തിരിച്ചടിയും ഒരു മഹത്തായ തിരിച്ചുവരവിനുള്ള ലോഞ്ച് പാഡായി മാറ്റുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്ഥിരമായ പാറ്റേൺ വെളിപ്പെടുത്തുന്നു. ഡൊണാൾഡ് ട്രംപുമായുള്ള താരിഫ് യുദ്ധം പ്രതിസന്ധി അവസരമാക്കി മാറ്റുന്ന മോദിയുടെ തന്ത്രത്തിന് ഉദാഹരണമാണ്. ഓഗസ്റ്റിൽ US പ്രസിഡന്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തിയപ്പോൾ മോദി കീഴടങ്ങുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പകരം അദ്ദേഹം തന്ത്രപരമായ ധിക്കാരത്തിലൂടെ ഒരു മാതൃക സൃഷ്ടിച്ചു. വാഷിംഗ്ടണിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിന് പകരം മോദി ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി: ഞങ്ങൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചേക്കാം, പക്ഷെ ഞങ്ങളതെല്ലാം സഹിക്കും. ഇന്ത്യ കർഷകരുടെയോ ചെറുകിട വ്യവസായങ്ങളുടെയോ ദേശീയ താൽപര്യങ്ങളുടെയോ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ സന്ദേശം. തുടർന്ന് നടന്നത് മോദിയുടെ തനത് ശൈലിയിലുള്ള നീക്കങ്ങളായിരുന്നു. ട്രംപിന്റെ നികുതി ചുമത്താനുള്ള തീരുമാനം വന്ന് 24 മണിക്കൂറിനുള്ളിൽ പിന്നെ നടപടികളുടെ പൂരം. ബ്രസീലിയൻ പ്രസിഡന്റുമായി കൈകോർത്തു. മോദിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മോസ്കോയിൽ വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കായി ചൈന സന്ദർശിക്കുമെന്ന് സ്ഥിരീകരിച്ചു. 7 വർഷത്തിനിടെ ബീജിംഗിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര. ട്രംപിന്റെ സാമ്പത്തിക ശിക്ഷയെ ഒരു നയതന്ത്ര അവസരമാക്കി മോദി മാറ്റിയപ്പോൾ പാശ്ചാത്യ ഭീഷണികളെ ചെറുക്കുന്ന ഒരു പുതിയ ആഗോള ക്രമത്തിന്റെ നേതാവായി ഇന്ത്യയെ അദ്ദേഹം സ്ഥാപിച്ചു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മോദി, ഷീ ജിൻപിങ്ങും പുടിനും ഒപ്പം നിന്നു. ഈ ചിത്രങ്ങൾ അമേരിക്കയെ പരിഭ്രാന്തിയിലാക്കി. ട്രംപിന്റെ താരിഫുകൾ അപ്രതീക്ഷിതമായി ഗ്ലോബൽ സൗത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ശബ്ദമായി മോദിയെ മാറ്റി. ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി മോദി ഓഗസ്റ്റ് 15 ഏറ്റവും സമഗ്രമായ GST പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 20 ദിവസത്തിനുള്ളിൽ 5%-ന്റെയും 18%-ന്റെയും ലളിതമായ 2 സ്ലാബ് ഘടനയോടെ അദ്ദേഹത്തിന്റെ സർക്കാർ GST 2.0 അനാവരണം ചെയ്തു. ഇത് ബിസിനസ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന 12%, 28% വിഭാഗങ്ങളെ ഇല്ലാതാക്കി. പനീർ മുതൽ ഷാംപൂ വരെ, കാറുകൾ മുതൽ ഇലക്ട്രോണിക്സ് വരെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കുറഞ്ഞു. ട്രംപിന്റെ സാമ്പത്തിക യുദ്ധം 140 കോടി ഇന്ത്യക്കാർക്ക് മോദിയുടെ പിന്തുണയുടെയും വളർച്ചയുടെയും ഇരട്ട ഡോസായി മാറി. മോദിയുടെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചെന്ന് എതിരാളികൾ കരുതിയ 2002-ലെ ഗുജറാത്ത് കലാപം തന്നെ അദ്ദേഹത്തിന്റെ ഭരണ തത്വശാസ്ത്രത്തിന് അടിത്തറ പാകുന്ന ഒന്നായി. അന്താരാഷ്ട്ര ഒറ്റപ്പെടലും ആഭ്യന്തര വിമർശനങ്ങളും നേരിട്ട് മോദി ഗുജറാത്തിനെ ഇന്ത്യയിലെ ഏറ്റവും സമൃദ്ധമായ സംസ്ഥാനമായി പുനർനിർമ്മിച്ചു. ഇത് അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു വികസന മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. തീരുന്നില്ല. COVID-19 മഹാമാരി മോദിയുടെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പ്രകടമാക്കി. വിമർശകർ പെട്ടെന്നുള്ള വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളെയും ഉൾപ്പെടുത്തി മോദി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പരിപാടി ആരംഭിച്ചു. ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയെ ആത്മനിർഭർ ഭാരതിനുള്ള അവസരമാക്കി അദ്ദേഹം മാറ്റി. മോദി സർക്കാരിനെ നശിപ്പിക്കുമെന്ന് വിമർശകർ പ്രവചിച്ച മഹാമാരി അതേ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ പ്രതിരോധശേഷി പ്രകടമാക്കി. 2024-ലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ BJPയെ 240 സീറ്റുകളിലേക്ക് താഴ്ത്തുകയും ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി ഒരു സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കാൻ നിർബന്ധിതമാക്കുകയും ചെയ്തപ്പോൾ അത് മോദിയുടെ രാഷ്ട്രീയ മരണക്കുറിപ്പായി ആദ്യം പലരും വിധിയെഴുതി. എന്നിട്ടും ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയ തിരിച്ചുവരവുകളിൽ ഒന്ന് മോദി എഴുതി ചേർത്തു. BJP ഹരിയാന, മഹാരാഷ്ട്ര, ഡൽഹി എന്നിവിടങ്ങളിൽ വിജയം നേടി. 1998-ന് ശേഷം തലസ്ഥാനത്ത് ആദ്യമായാണ് BJP നിയമസഭയിൽ വിജയം നേടുന്നത്. സഖ്യകക്ഷി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിൽ മോദി വ്യത്യസ്തനായി. അധികാര പങ്കുവെക്കലുമായി പൊരുത്തപ്പെടാൻ കഴിയുമോ എന്ന് സംശയിച്ചവരെയും മോദി നിരാശരാക്കി. വഖഫ് ഭേദഗതി ബിൽ പോലുള്ള നിയമനിർമ്മാണങ്ങൾ പാസാക്കിയത് സഖ്യകക്ഷി നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ദുർബലപ്പെടുത്തിയിട്ടില്ലെന്ന് വീണ്ടും തെളിയിച്ചു. അടുത്തിടെ പൗരത്വ നിയമ ഭേദഗതിയുടെ കട്ട് ഓഫ് തീയതി 2024 ഡിസംബറിലേക്ക് നീട്ടി. ഇത് BJPയുടെ പ്രത്യയശാസ്ത്രപരമായ അജണ്ട കൃത്യമായ പാതയിലാണെന്ന് വീണ്ടും കാണിക്കുകയാണ്. ആഗോളവേദിയിൽ മോദിയുടെ 3ാം ടേം ട്രംപിന്റെ സാമ്പത്തിക ദേശീയതയെ എതിർക്കാൻ തയ്യാറുള്ള ഏകലോക നേതാവായി അദ്ദേഹത്തെ സ്ഥാപിച്ചു. യൂറോപ്യൻ നേതാക്കൾ ട്രംപിന്റെ ഓഫീസിൽ ഒരു രാജാവിന്റെ മുൻപിൽ ഉപപ്രധാനികളെ പോലെ അടങ്ങിയിരുന്നപ്പോൾ മോദി അമേരിക്കൻ പ്രസിഡന്റിന്റെ കോളുകൾ പോലും എടുക്കാൻ വിസമ്മതിച്ചു. ഈ തത്വപരമായ ധിക്കാരം ലോകമെമ്പാടും പ്രശംസ നേടി. മോദിയുടെ ആഗോള അംഗീകാര റേറ്റിംഗുകൾ സ്ഥിരമായി 75%. മറ്റ് എല്ലാ ജനാധിപത്യ നേതാക്കളെക്കാളും ഏറെ മുന്നിൽ. ഗ്ലോബൽ സൗത്തിന്റെ നായകനായി മോദിയുടെ ഉയർച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമരാഷ്ട്രീയ നേട്ടമാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബഹുധ്രുവ ലോകക്രമത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവെപ്പിനെ സൂചിപ്പിക്കുന്നു. 75-ാം വയസ്സിൽ
അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമല്ല, വിധേയത്വത്തിന് പകരം പരമാധികാരത്തിന് മുൻഗണന നൽകുന്ന ഒരു ബദലാഗോള വ്യവസ്ഥിതിയുടെ ശില്പി കൂടിയാണ്. മോദി തന്റെ 75-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വിമർശകരുടെ വിരമിക്കൽ പ്രവചനങ്ങൾ പൊള്ളയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹത്തിന്റെ ആഗോള പദവി അഭൂതപൂർവമായ ഉയരത്തിലാണെന്നും പ്രവചിക്കപ്പെടുമ്പോൾ മോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിന്റെ ഒരു സൂചനയും നമുക്ക് മുന്നിലില്ല. ഗുജറാത്ത് ഭൂകമ്പത്തെ ഒരു അടിസ്ഥാന സൗകര്യ രംഗത്തെ വിപ്ലവമാക്കി മാറ്റിയ, നോട്ട് നിരോധനത്തെ ഡിജിറ്റൽ പരിവർത്തനമാക്കി മാറ്റിയ, ഇപ്പോൾ ട്രംപിന്റെ താരിഫുകളെ നികുതി ഇളവാക്കി മാറ്റിയ ആ മനുഷ്യൻ 75-ാം വയസ്സിൽ ഒരു വയസ്സായ രാഷ്ട്രീയക്കാരനായിട്ടല്ല, മറിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവായിട്ടാണ് കാണപ്പെടുന്നത്. മിക്ക നേതാക്കളും പാരമ്പര്യത്തെയും വിരമിക്കലിനെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രായത്തിൽ മോദി പുതിയ അധ്യായങ്ങൾ എഴുതുന്ന തിരക്കിലാണ്. അധികാരത്തിന്റെ സമ്മർദ്ദവും സാമ്പത്തിക ദേശീയതയും വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്തിൽ തത്വപരമായ അധികാരവും തന്ത്രപരമായ ക്ഷമതയും ദേശീയ താൽപര്യത്തിൽ ഉറച്ച ശ്രദ്ധയും രാഷ്ട്രതന്ത്രജ്ഞരുടെ ഏറ്റവും ശക്തമായ ഉപകരണങ്ങളാണെന്ന് 75-ാം വയസ്സിൽ മോദി തെളിയിക്കുന്നു. വട്നഗറിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ചായ വിറ്റ ആ ബാലൻ ഇപ്പോൾ തന്റെ നിബന്ധനകളിൽ ലോക നേതാക്കൾക്ക് ചായ വിളമ്പുകയാണ്. മോദി സ്പെഷ്യൽ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ உங்களுக்கு பிறந்த நாள் வாழ்த்துக்கள். ഒരു മലയാളി എന്ന നിലയ്ക്ക്, ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ നല്ല മലയാളികളായ സുഹൃത്തുക്കളും അങ്ങേക്ക് വേണ്ടി ഈ സുദിനത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഇനിയും ഇരട്ടിക്കിരട്ടിയായി ആരോഗ്യം തന്ന് ഈ ലോകത്തിനു വേണ്ടി അങ്ങേ നിലനിർത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ തരുണത്തിൽ എല്ലാ ദിവസവും, എല്ലാ വർഷവും ഈ ദിനത്തിൽ ചെയ്യുന്നത് പോലെ അങ്ങയുടെ സ്വർഗീയയായ മാതാവിന്റെ പാതാരബന്ധങ്ങളിൽ ശിരസ് തൊട്ട് നമിക്കുകയാണ്. അങ്ങയെ പോലെ ഒരു വീരഭാരത പുത്രനെ ഈ ലോകത്തിന് സമ്മാനിച്ചത്. അങ്ങയോടൊപ്പം ഒരു യൂണിയൻ കൗൺസിൽ മിനിസ്റ്റർ എന്ന നിലയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എനിക്കറിയാം, ഈ ലോകത്തിന് അങ്ങയിൽ നിന്ന്, ഭാരതത്തിന് പ്രത്യേകിച്ച് ഭാരത മക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങയിൽ നിന്ന് ഇനിയും ഒരുപാട് ഒരുപാട് ലഭിക്കാനുണ്ട്. We are all waiting to have more from you. Wish you a prosperous and healthy life ahead. ഒരു സാധാരണ കാര്യകർത്താവിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ, അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപക്ഷെ ഇന്ന് ലോകം ഒന്നടങ്കം സംഘം ചേർന്ന് പറയും, the real architect of surging India,
contributing to the world. Long live Modi ji. Palandu Varga. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജന്മദിന ആശംസകൾ നേർന്നതാണ് നമ്മൾ കണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളിലെ മനക്കരുത്ത്, ദൃഢനിശ്ചയം, ശക്തമായ നേതൃപാഠവും അതാണ് 75 മോദി വർഷങ്ങൾ. 75ാം പിറന്നാൾ ദിനത്തിലും പ്രധാനമന്ത്രി വിശ്രമമില്ലാതെ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ മുഴുകുമ്പോൾ മോദി വേഗതയിൽ രാജ്യം മുന്നോട്ട് കുതിക്കുന്നു എന്ന് അവകാശപ്പെടുകയാണ് BJP. വായിൽ വെള്ളിക്കരണ്ടി ഇല്ലാതെ ജനിച്ച സാധാരണക്കാരന് ഇന്ത്യയിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നടന്നു കയറാമെന്ന് തെളിയിക്കുന്ന മോദി രാഷ്ട്രീയം ത്യാഗനിർഭരമായ യാഥാർത്ഥ്യം കൂടിയാണ്. मैं नरेंद्र दामोदर दास मोदी जब भी प्रधानमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो. 2014 മെയ് 26 ഇന്ത്യൻ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടാണ്. തിളക്കമാർന്ന ജനവിധി നേടിയ നരേന്ദ്രമോദി അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി രാഷ്ട്രപതി ഭവന്റെ അങ്കണത്തിലേക്കുള്ള നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ യാത്ര വെല്ലുവിളികൾ നിറഞ്ഞ പാതയിലൂടെയായിരുന്നു. വടക്കൻ ഗുജറാത്തിലെ മുസാന ജില്ലയിലെ ചെറിയ പട്ടണമായ വാത്നഗറിലെ ഇടവഴികളിൽ നിന്നാണ് ആ യാത്ര തുടങ്ങുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘാണ് ദാമോദർ ദാസ് മോദിയുടെയും ഹീരാബെൻ മോദിയുടെയും മൂന്നാമത്തെ മകന് വഴിയും വിളക്കുമായിരുന്നത്. 8ാം വയസ്സിൽ ബാല സ്വയം സേവകനായി, 1972 RSSന്റെ പ്രചാരകനായി, അടിയന്തരാവസ്ഥയിൽ വലഞ്ഞിരുന്ന ഇന്ത്യൻ ജനത ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പോർവിളികൾ മുഴക്കി. അപ്പോൾ അതിൽ അണിചേർന്നു. 1980കളിൽ സംഘത്തിൻ്റെ പല ചുമതലകളും ഏറ്റെടുത്തു, മികവ് തെളിയിച്ചു. RSS നിർദ്ദേശപ്രകാരം 1985 BJPയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. 87 ഗുജറാത്തിൽ BJPയുടെ ജനറൽ സെക്രട്ടറിയായി. ആദ്യ ദൗത്യം അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് BJPയെ സജ്ജമാക്കുക എന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ മോദി കൗശലം പ്രായോഗിക തലത്തിൽ മാറ്റുരച്ച പരീക്ഷയായിരുന്നു അത്. 1990 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP നില മെച്ചപ്പെടുത്തി. 95 BJPയുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിച്ചു. നിയമസഭയിൽ 121 സീറ്റുകൾ നേടി പാർട്ടി. 1995 മുതൽ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ചുമതല BJP ദേശീയ സെക്രട്ടറിയായ നരേന്ദ്രമോദിക്ക് നൽകി. എല്ലാ ദൗത്യങ്ങളിലും പാർട്ടി കണ്ടത് മോദി മികവ് തന്നെ. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയമുറപ്പാക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചു. 2001 സെപ്റ്റംബറിൽ ഒരു ദിവസം അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി മോദിയെ ഫോണിൽ വിളിച്ചു. അത് ഒരു വെറും ഫോൺ കോൾ ആയിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒരു സംഭാഷണമാണ് അന്ന് നടന്നത്. മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി. നിയമസഭാ അംഗമല്ലാത്തതിനാൽ പിന്നീട് രാജ്കോട്ടിൽ നിന്ന് മത്സരിച്ചു. അവിടെ നിന്ന് ജയിച്ച് നിയമസഭയിൽ എത്തി. 2002 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിനഗറിൽ നിന്ന് തിളക്കമാർന്ന ജയം നേടി. 2007 2012 ആ വിജയം ആവർത്തിച്ചു. മുഖ്യമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി തന്നെ. 2012 ഗുജറാത്തിൽ കോൺഗ്രസിനെ തകർത്തു തരിപ്പണമാക്കിയാണ് മോദി തൻ്റെ ജൈത്രയാത്ര തുടർന്നത്. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യമാകെ ചർച്ചയായി. മോദി എന്ന കർമ്മധീരൻ്റെ വിജയഗാഥ പലരും ഏറ്റുപാടി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആ വിജയ വഴികൾ പഠിക്കാൻ പ്രതിനിധി സംഘങ്ങൾ ഗുജറാത്തിലെത്തി. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യത്തിന് തന്നെ അഭിമാനമായി. ഇക്കാലത്താണ് നരേന്ദ്രമോദിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി BJP ഉയർത്തിക്കാണിക്കുന്നത്. ഗുജറാത്തിലെ മണിനഗറിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള വഴി അങ്ങനെ തെളിയുകയായി. 2014 ലോക്സഭയിലേക്ക് വാരണാസിയിൽ നിന്നും വഡോദരയിൽ നിന്നും മത്സരിച്ചു. വാരണാസിയിൽ എതിരാളി അരവിന്ദ് കെജ്രിവാൾ, വഡോദരയിൽ കോൺഗ്രസിലെ മധുസൂദനൻ മിശ്ര. ലളിതമായിരുന്നു ഇന്ത്യക്കാർക്ക് മുമ്പിലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. നല്ല ദിനങ്ങൾ വരും, നിങ്ങളുടെ നല്ല ദിനങ്ങൾ വരും. മോദി വേദികളിൽ ഈ മുദ്രാവാക്യം ഉയർത്തി. മോദി കൗശലത്തിൻ്റെ അപ്രമാദിത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നെ അരങ്ങു തകർക്കുകയായിരുന്നു. അതിപ്പോഴും അരങ്ങു വാഴുന്നു.
നിങ്ങളുടെ കാവൽക്കാരൻ അഥവാ ചൗക്കീദാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചു പ്രധാനമന്ത്രി. അങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണെന്ന് പൊതുയോഗങ്ങളിൽ പറഞ്ഞു. എല്ലാ യോഗങ്ങളിലും അങ്ങനെ നിറഞ്ഞു നിന്നു പ്രധാനമന്ത്രി. സാമ്പത്തിക ശാക്തീകരണത്തിൻ്റെയും ഹിന്ദു ദേശീയതയുടെയും ശക്തമായ ജനപ്രിയ മിശ്രിതം, അതായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ എതിരാളികളെ തറപറ്റിച്ച മോദി ഫോർമുല. 2002 ഗുജറാത്ത് കലാപം മോദിയെ വിമർശനങ്ങളുടെ മുൾമുനയിൽ നിർത്തി. അത് മാധ്യമങ്ങളെ എങ്ങനെ നേരിടണം എന്ന പാഠമാണ് നൽകിയത്. വിമർശനത്തെ വികസനത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് നേരിട്ട മോദി കൗശലം ജനമനസ്സുകളിൽ ഇടം കണ്ടു. ഗുജറാത്ത് മോഡൽ ഇന്ത്യയുടെ ബ്ലൂ പ്രിൻ്റായി മാറി. RSSന്റെ രാഷ്ട്രീയ നിലപാടുകൾ കർമ്മപദത്തിലെത്തിക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു. കശ്മീരിൻ്റെ പ്രത്യേക സ്വയംഭരണാവകാശം റദ്ദാക്കി. പൗരത്വ നിയമ ഭേദഗതി സർക്കാർ നടപ്പിലാക്കി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെ പലതും. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാക്കളിൽ ഒരാളായി കൂടി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ G20യുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് വിശ്വഗുരു എന്ന ദർശനം മുന്നോട്ട് വെച്ചു. മോദിയെ ഇന്ത്യയുടെ ആഗോള അഭിമാനത്തിൻ്റെയും സുരക്ഷയുടെയും സൂക്ഷിപ്പുകാരനായി ചിത്രീകരിച്ചു BJP. ഇന്ത്യയെ ദക്ഷിണഗോളത്തിൻ്റെ ശബ്ദമായി തന്നെ പ്രതിധ്വനിക്കാൻ പ്രേരിപ്പിച്ചു. ഓസ്ട്രേലിയയുടെയും UK-യുടെയും പിന്തുണ നേടി. റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തി. ഇസ്രയേലുമായും മറ്റ് മധ്യ ഏഷ്യൻ രാജ്യങ്ങളുമായും ഒരുപോലെ അടുപ്പം പുലർത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമ്മർദ്ദത്തിന് താൻ വഴങ്ങില്ല എന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി ഇന്ത്യൻ വികാരങ്ങളെ ചേർത്ത് പിടിച്ചു. പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു. അതും ഒരു മോദി മാതൃകയായി. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്, അതായിരുന്നു മോദി രാഷ്ട്രീയത്തിൻ്റെ മുദ്രാവാക്യം. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് ശക്തിയായി മാറും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 2047ഓടെ ഒരു വികസിത രാഷ്ട്രമായി മാറും എന്നും മോദി പറഞ്ഞു. 3ാം തവണ മോദിയെ പരാജയപ്പെടുത്താൻ ബൃഹത് മുന്നണി തന്നെയാണ് എതിർപക്ഷത്ത് രൂപം കൊണ്ടത്. 400 സീറ്റുകൾ എന്ന പ്രതീക്ഷ തെറ്റി. പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജനതാദൾ യുണൈറ്റഡിനെയും തെലുങ്കുദേശം പാർട്ടിയെയുമൊക്കെ സഖ്യകക്ഷികളായി ആശ്രയിക്കേണ്ടി വന്നു. അതോടെ മോദി യുഗം അവസാനിച്ചു എന്ന് ചിലർ കരുതി. അങ്ങനെ വാദിച്ച വിമർശകരും ഉണ്ടായിരുന്നു. പക്ഷേ മോദിയുടെ പൊതുപരിപാടികളിൽ ജനം തടിച്ചുകൂടി. സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ സ്വാധീനം കുറഞ്ഞില്ല. പിന്നീട് നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിലും മോദി തന്നെയായിരുന്നു സ്റ്റാർ ക്യാമ്പയിനർ. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ മുഖം നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെ. കോൺഗ്രസ് വിജയിച്ചിരുന്ന ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്താൻ BJPക്ക് കഴിഞ്ഞു. മഹാരാഷ്ട്ര പോലുള്ള പ്രധാന സംസ്ഥാനം പിടിച്ചടക്കാനും കഴിഞ്ഞു. ഒഡീഷ പോലുള്ള ഒരു പുതിയ സംസ്ഥാനത്ത് ആധിപത്യം നേടാൻ കഴിഞ്ഞു. ദേശീയ തലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിനെ BJP പിഴുതെറിഞ്ഞു. YSRCP പോലുള്ള സഖ്യകക്ഷികൾ അല്ലാത്തവർ പോലും അടുത്തിടെ NDA ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മോദി പ്രഭാവത്തിന് മങ്ങലേറ്റിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം. രാഷ്ട്രീയത്തിൽ തൻ്റെ മുദ്ര ഉറപ്പാക്കിക്കൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ മോദി പുനർനിർമ്മിച്ചിരിക്കുന്നു. 75 വയസ്സിൽ മോദി വിരമിക്കും എന്ന ചർച്ചകൾ പല കോണുകളിൽ ഉയർന്നിരുന്നു. എന്നാൽ RSS മേധാവി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വന്നു. പാർട്ടി ആവശ്യപ്പെടുന്ന കാലത്തോളം ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് സംഘപ്രചാരകരുടെ രീതിയാണ്. അത് മോദിക്കും ബാധകം. അപ്പോൾ അടുത്ത വിഷയം രാഷ്ട്രീയ കോണുകളിൽ ചർച്ചയായി ഉയരുകയാണ്. മോദി മാറുമ്പോൾ പിൻഗാമി ആരായിരിക്കും? 2029 മോദി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുമോ? മറ്റൊരു മോദിയെ RSS ഈ കാലയളവിൽ നിർമ്മിക്കുന്നുണ്ടോ? കാലം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. പക്ഷേ ഇപ്പോൾ വേദിയിൽ മോദി തന്നെ താരം. ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3ാം തവണ തുടർച്ചയായി അധികാരത്തിലെത്തിയ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ്. നമുക്ക് മടങ്ങിയെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും സ്വാഗതം. മോദിക്കൊപ്പം വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാനും സംസാരിക്കാനും അവസരം ലഭിച്ച വിദ്യാർത്ഥിനിയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ റിയ SS. 2 വർഷം മുൻപ് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്തപ്പോഴായിരുന്നു റിയയ്ക്ക് ഈ അവസരം ലഭിച്ചത്. മോദിക്കൊപ്പമുള്ള നിമിഷങ്ങൾ റിയ ന്യൂസ് 18നോട് പങ്കുവയ്ക്കുകയാണ്. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ട് കാണാം. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനമാണ്.
നരേന്ദ്രമോദിയോടൊപ്പം സംസാരിക്കാനും സമയം ചെലവഴിക്കാനും ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ മോദിയോടൊപ്പം വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യാനും സംസാരിക്കാനും സമയം ചെലവഴിക്കാനും അവസരം ലഭിച്ച റിയ SS ആണ് നമ്മോടുകൂടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം റിയ. നമുക്ക് 2 വർഷം മുൻപേ ആണെങ്കിലും അങ്ങനെ ഒരു അവസരം ലഭിച്ചത് എങ്ങനെയായിരുന്നു? ഈ ഒരു പ്രധാനമന്ത്രിയോടൊപ്പം സമയം ചെലവഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ അത്യപൂർവ്വം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയായിരുന്നു ഒരു അവസരം ലഭിച്ചത്? വന്ദേ ഭാരതിന്റെ ഫസ്റ്റ് കേരളയിൽ ട്രിവാൻഡ്രത്ത് ഇനോഗ്രേഷന് വന്നപ്പോൾ ഞങ്ങൾക്ക് സദേൺ റെയിൽവേ എല്ലാ സ്കൂൾസിലും കൂടുതലും KVs ഉണ്ടായിരുന്നു, പിന്നെ വേറെ സ്കൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കോമ്പറ്റീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, പെയിന്റിംഗ്, പോയം, പിന്നെ സ്റ്റോറി ടെല്ലിംഗ് അങ്ങനത്തെ. അപ്പോൾ അതിന് ഞാൻ പെയിന്റിംഗ് കോമ്പറ്റീഷനായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. എനിക്കതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ 3 കാറ്റഗറിയിലും ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവരെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടി. പിന്നെ ഓരോ കുട്ടിയുടെയും പാരന്റിനും പോവായിരുന്നു, ഒരു പാരന്റിനും കൂടെ പോവായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ അമ്മയാണ് വന്നത്. എൻ്റെ അമ്മ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ പെയിന്റിംഗ് കോമ്പറ്റീഷൻ വെച്ചു. അല്ലാണ്ട് അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിട്ടുന്നവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവർക്കും ട്രിവാൻഡ്രം ടു കൊല്ലം വരെ ആയിരുന്നു ഞങ്ങൾക്ക് ജേണി. അപ്പോൾ ഫസ്റ്റ് ജേണിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പറ്റത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വിചാരിക്കാതിരുന്ന് വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. സദേൺ റെയിൽവേ ഇങ്ങനെ കോമ്പറ്റീഷൻ നടത്തി, അപ്പോൾ കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ അല്ലാണ്ട് ഞങ്ങളുടെ സ്കൂളിൽ മൻ കി ബാത് അങ്ങനത്തെ കുറെ പ്രോഗ്രാംസ് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാൻ ചാൻസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കോമ്പറ്റീഷൻ വന്നപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പറ്റിയത്. വളരെ ചെറിയ സമയമാണ് കിട്ടിയത്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് എത്തും. പക്ഷെ ആ ചെറിയ സമയം അദ്ദേഹത്തിനൊപ്പം ഉള്ള സമയം ചെലവഴിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് PM സാറ് വന്നിട്ട് അവിടെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അകത്തോട്ട് കയറിയിട്ട് ഞങ്ങൾ എല്ലാ കുട്ടികളടുത്തും വന്നു. എല്ലാവരടുത്തും വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വന്ന് കണ്ടു. ഇങ്ങനെ ഞങ്ങളടുത്ത് ഓരോന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് പേർക്ക് ഒരു കുട്ടിക്ക് പാട്ട് പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ പെയിന്റിങ്സ് ഒക്കെ ഞങ്ങൾക്ക് കാണിക്കാനൊക്കെ പറ്റി. പിന്നെ കുറെ പേര് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് സാർ ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വരെ ജേർണി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈം വന്ദേ ഭാരതിൽ കയറുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പമാണ് ഈ ഒരു വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ. അത് കേരളത്തിലെ ആദ്യത്തെ ട്രെയിനാണ്, ആദ്യത്തെ യാത്രക്കാരിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ചെറിയ സമയമാണെങ്കിൽ പോലും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അദ്ദേഹത്തിന്റെ ഒരു കൂടെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു ഭാഗ്യം എങ്ങനെ നോക്കിയാണ്? PM എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ കാണുമല്ലോ. ആദ്യമായിട്ട് കാണുമ്പോഴും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഇത് കാണും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ PM ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ എല്ലാവരുടെ അടുത്തും വന്ന് ഇന്ററാക്ട് ചെയ്തത്. കുഞ്ഞു കുട്ടികളുടെ അടുത്ത് നല്ലതായിട്ടാ വന്ന് ഇന്ററാക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പേടി മൊത്തത്തിൽ മാറി. പിന്നെ എല്ലാവർക്കും ഹായ് ഒക്കെ വന്നവരെ ഹായ് ഒക്കെ കാണിച്ചതൊക്കെ ഭയങ്കര ഒരു നല്ലൊരു മെമ്മറി ആയിരുന്നു. പിന്നെ ജേർണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ഇതുപോലെ വന്ന് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നെ വേറെ കുറെ പേരെ പരിചയപ്പെടാൻ പറ്റി, കുറെ ആൾക്കാരെ. PMന്റെ പ്രോഗ്രാംസിൽ ഞങ്ങളെ പോലെ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത് കൂടുതൽ മോട്ടിവേഷനാണ് ഓരോ ഇതുപോലത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും. ഇപ്പൊ ഞങ്ങൾക്ക് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഇതുപോലെ ഇപ്പൊ ഇത് കാണുന്നവർക്കും ഇനി ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഇതുപോലത്തെ ചാൻസസ് കിട്ടും എന്ന് പറഞ്ഞ് ബാക്കി കാണുന്നവരെ മോട്ടിവേറ്റ് ചെയ്യും. അതുപോലെ ഞങ്ങളെ കൂടുതൽ ഇതുപോലത്തെ പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യും. പിന്നെ ഇങ്ങനെ PMന്റെ വേറെ ഞാൻ അല്ലാണ്ട് പരീക്ഷാ പേ ചർച്ചയുടെ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ അല്ലാണ്ട് പോയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ PM ശ്രീ നരേന്ദ്രമോദി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഇതുപോലെ വേറെ പെയിന്റിംഗ് കോമ്പറ്റീഷനും പിന്നെ ഞങ്ങൾക്ക് പരീക്ഷാ പേ ചർച്ച, ഞങ്ങളുടെ സ്കൂളിൽ പരീക്ഷാ പേ ചർച്ചയൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എക്സാമിന്റെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് PM പറയുന്നുണ്ട്.
ചെറിയൊരു യാത്രയാണെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ അതെ അതെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. കാരണം ആ അന്നത്തെ ഒരു ഇതിന് ശേഷം കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലേ, അങ്ങനെയൊക്കെ കുറെ പേര് അറിഞ്ഞു. അങ്ങനെ ന്യൂസിലൊക്കെ കണ്ടിട്ട് ഫോട്ടോസൊക്കെ കണ്ടു. പിന്നെ സദേൺ റെയിൽവേയുടെ ഇതിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു, ഈ പെയിന്റിങ് എന്റെയും പെയിന്റിങ്ങിന്റെ ഒക്കെ ഫോട്ടോ വെച്ച്. അങ്ങനെയൊക്കെ നല്ലൊരു ഇതായിരുന്നു. ചിത്രം വരയിലൂടെയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഇത് ചെറുപ്പം തൊട്ടേ വരക്കാറുണ്ടോ? എങ്ങനെയാ? ചെറുതിലെ തൊട്ട് വരച്ചു തുടങ്ങിയതാ. അതും ഇങ്ങനെ ഓരോ കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാ വരയ്ക്കാൻ പറ്റുന്നു എന്നറിഞ്ഞത്. അങ്ങനെയാണ് പിന്നെ കൂടുതലും വരച്ചു തുടങ്ങി. ഈ പ്രൈസസ് കിട്ടുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും. അങ്ങനെയാ പിന്നെ മിക്ക എല്ലാം ഇവിടെ ഞങ്ങളുടെ സ്കൂളിൽ കുറെ കോമ്പറ്റീഷൻസ് ഇങ്ങനെയുണ്ട്. അപ്പോൾ ചെറുതിലെ പ്രൈമറി സെക്ഷനിലായിരുന്നപ്പോൾ തൊട്ടേ ക്ലസ്റ്റർ ലെവൽ കോമ്പറ്റീഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ പ്രൈസ് കിട്ടി. അപ്പൊ ചെറുതിലെ ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമ്പോൾ പിന്നെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ വരച്ച് നല്ല പ്രാക്ടീസ് ആയത്. ഇന്ന് രാജ്യം മൊത്തം ആഘോഷിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനം. അപ്പോൾ കുട്ടി എങ്ങനെയാണ് പ്രധാനമന്ത്രി വിഷ് ചെയ്യും? ഇത് എനിക്കിങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററിനെ വിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇത്രയും വലിയൊരാളാണ്, എന്നാൽ കുട്ടികളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരാളാണ്. അപ്പോൾ വിഷ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ PM. അത്തരത്തിലാണ് നമ്മുടെ കുഞ്ഞു റിയയുടെ ബർത്ത്ഡേ വിഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അപ്പോൾ രാവിലെയിൽ ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ ഇന്ന് മോദിയുടെ സ്പെഷ്യൽ ഡേ ആണ്. അതിനൊപ്പം നമ്മുടെ പ്രേക്ഷകരിൽ ചിലരുടെ, ന്യൂസ് 18 പ്രേക്ഷകരിൽ ചിലരുടെ സ്പെഷ്യൽ ഡേ കൂടിയാണ്. അപ്പോൾ ആരുടെയൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ന് 11ാം ജന്മദിനം ആഘോഷിക്കുന്ന കൊല്ലം സ്വദേശിനി തീർത്ഥ എൽ നായർക്ക് ജന്മദിനാശംസകൾ നേരുന്നത് അച്ഛൻ ലിജുവും അമ്മ അശ്വതിയുമാണ്. അപ്പോൾ തീർത്ഥമോൾക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ബിനിജയ്ക്ക് ആശംസകൾ നേരുന്നത് ഭർത്താവ് ശാന്തിജി രാജും മകൾ സാൻബിയുമാണ്. അപ്പോൾ ബിനിജയ്ക്ക് ന്യൂസ് 18 എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ നരേന്ദ്രമോദിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആ ഒരു സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലാണ് നിന്നത്. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് വരും ബുള്ളറ്റിനുകളിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോൾ കാണാം.